സ്വർഗസ്ഥനായ പിതാവ്, നിനക്കൊരപ്പനുണ്ടെന്ന് നീ വിശ്വസിക്കണം. യെസ്, എനിക്കൊരപ്പനുണ്ട്. ആബാ ഫാദർ, എനിക്കൊരപ്പനുണ്ട്. പറഞ്ഞേ, എനിക്കൊരപ്പനുണ്ട്. പറഞ്ഞേ, എനിക്കൊരപ്പനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്വന്തം ജീവിത അപ്പൻ, നിന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും, ജീവനോടെ ഉണ്ടാവും. നീ വിശ്വസിക്കണം, ഇതല്ല യഥാർത്ഥത്തിൽ എനിക്കൊരപ്പനുണ്ട്. എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഒരു പിതാവ് എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ 2 കരങ്ങൾ ഉയർത്തി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പഠിപ്പിച്ചത്. പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പ്രാർത്ഥിച്ചത്. എന്ന് പറഞ്ഞാൽ, കർത്താവേ, എനിക്കറിയാം എനിക്കൊരപ്പനുണ്ട്. നീ ഒറ്റയ്ക്കല്ലെന്ന്. നിനക്കൊരു സ്വർഗത്തിലൊരു അപ്പനുണ്ട്. നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം. ഒരു വചനം കൂടെ പഠിച്ചോളൂ. യെശയ്യായുടെ പ്രവചനം 46-ാം അധ്യായം, അതിന്റെ 3, 4, 5. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. സർദി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? സർദി പറഞ്ഞ ഹല്ലേലൂയ. എന്നെ ചുമലിലേറ്റി എന്നെ സംരക്ഷിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം, നമ്മൾ കടന്നു പോകുന്ന ഏത് മുറിവുകളുമാവട്ടെ, ഏത് സങ്കടങ്ങളുമാവട്ടെ, കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുറിവിലേക്ക് ഞാൻ യേശുവിനെ വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുമാനമെടുക്കണം. എൻ്റെ മുറിവിലേക്ക് ഞാൻ യേശുവിനെ വിളിക്കുന്നു. ഇതാ, ഞാൻ എൻ്റെ ജീവിതത്തിലെ സങ്കടത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, ഞാനിതാ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആലോചനകളും ദുഃഖവും ഭാരവും ഞാനൊരു അനുഗ്രഹമായിട്ട്, നന്ദിയായി, സ്തുതിയായി ഞാൻ അർപ്പിക്കുന്നു. യേശുവേ, നിന്റെ തിരി രക്തത്താൽ എൻ്റെ മുറിവുകളെ, എൻ്റെ കണ്ണുനീരിന്, എൻ്റെ ക്ലേശത്തെ കഴുകുന്ന അനുഭവം യേശുവേ, ഇതാ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ അഭിഷേകം എന്നിൽ നിറയപ്പെടട്ടെ. കർത്താവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ള ബലം നൽകണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നാവ് തുറന്ന്, ഹൃദയം തുറന്ന്, ദൈവജനമേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ നിന്റെ ജീവിത അവസ്ഥയിലേക്ക് യേശു കടന്നു വരുന്ന സമയം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.